ശ്രീ സദാനന്ദൻ മാസ്റ്റർ, വരുന്ന വിജയദശമിയിൽ 100 വർഷം പൂർത്തിയാകുമ്പോഴും ആഘോഷമാക്കുന്ന ഒരു ശൈലിയല്ല എന്ന് തന്നെയാണ് RSS വ്യക്തമാക്കുന്നത്. പകരം പ്രവർത്തനം കൂടുതൽ ശക്തമാക്കുകയാണ് ലക്ഷ്യം. അതോടൊപ്പം പഞ്ചപരിവർത്തനശീലം, സമൂഹ പരിവർത്തനം എന്ന ആശയം അതിലൂന്നിയായിരിക്കണം ഇനിയുള്ള തുടർ പ്രവർത്തനങ്ങളെന്നും പറയുന്നു. എങ്ങനെ വിലയിരുത്തുന്നു? നമസ്കാരം. രാഷ്ട്രീയ സ്വയം സേവക സംഘം കർമ്മനിരതമായ 100 വർഷം പിന്നിടുകയാണ്. ഈ കഴിഞ്ഞ വിജയദശമി നാളിൽ, അതായത് സംഘത്തിൻ്റെ 99ാം പിറന്നാൾ ആഘോഷിക്കുന്ന വേളയിൽ, രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ പരമപൂജനീയ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത്, മോഹൻജി അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ 100 വർഷം തികയുന്ന പ്രസ്ഥാനം ഏത് തരത്തിലാണ് സമൂഹത്തെ നിർവചിക്കുന്നത്, എങ്ങനെയാണ് സംഘത്തിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് രാഷ്ട്രനിർമ്മാണ പ്രക്രിയക്ക് കരുത്തു പകരുന്ന കർമ്മവൈവിധ്യങ്ങളിലേക്ക് കടക്കുന്നത്, അതിന് സംഘം മുന്നോട്ട് വയ്ക്കുന്ന ആശയധാര എന്താണ്, പ്രായോഗിക സമീപനം എന്താണ് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ കാഴ്ചപ്പാട് നൽകാൻ കഴിയുന്ന നിർദ്ദേശങ്ങൾ അദ്ദേഹം മുന്നോട്ട് വച്ചിരുന്നു. ആ നിർദ്ദേശങ്ങളുടെ ആകെ തുകയായി നമ്മൾ വിശേഷിപ്പിക്കുന്നതാണ് പഞ്ചപരിവർത്തനം എന്ന നിശ്ചയങ്ങൾ, ദൃഢനിശ്ചയങ്ങൾ. 5 വ്യത്യസ്ത തലങ്ങളിൽ സംഘടനയുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് 100 വർഷം തികയ്ക്കുന്ന വേളയിൽ ഈ 5 പരിവർത്തന നിശ്ചയങ്ങൾക്കും ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള കർമ്മ പരിപാടികളിലൂടെ രാഷ്ട്രീയ സ്വയം സേവക സംഘം തുടക്കം മുതൽ തന്നെ ആഗ്രഹിച്ച തരത്തിൽ പരമമായ വൈഭവം, സർവോത്കൃഷ്ടമായ ഉന്നതി, ക്ഷേമം, ഈ തരത്തിലേക്ക് രാഷ്ട്രത്തെ ഉയർത്തുക എന്നുള്ള ലക്ഷ്യത്തോടെ പ്രവർത്തിക്കും എന്നുള്ളതാണ്, അല്ലെങ്കിൽ പ്രവർത്തിക്കണം എന്നുള്ളതാണ് സംഘത്തിൻ്റെ നിലപാട് എന്ന് കഴിഞ്ഞ വിജയദശമി ആഘോഷവേളയിൽ സംഘത്തിൻ്റെ സർസംഘചാലക് ഈ നാടിനോട് പറഞ്ഞതാണ്. ഈ വർഷത്തെ 2025 വിജയദശമി നാൾ മുതൽ 2026 വിജയദശമി നാൾ വരെ നീണ്ടു നിൽക്കുന്ന പ്രവർത്തന പദ്ധതികളാണ് സംഘം ആവിഷ്കരിച്ചിരിക്കുന്നത്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഈ 1 വർഷം നീണ്ടു നിൽക്കുന്ന പ്രവർത്തന പരിപാടികൾ ആഡംബരപൂർണമായ ആഘോഷങ്ങളുടെയോ പൊലിമയുള്ള മറ്റ് തരത്തിലുള്ള കർമ്മ പരിപാടികളിലൂടെയോ അല്ല, മറിച്ച് നമ്മുടെ നാട്ടിലെ ഓരോ പൗരനിലും അനിവാര്യമായി ഉണ്ടായിരിക്കേണ്ട രാഷ്ട്രബോധം, ഐക്യ മനോഭാവം, നമ്മുടെ പൈതൃകത്തിലുള്ള അഭിമാനം, പരസ്പര സ്നേഹത്തിലും സാഹോദര്യത്തിലും അധിഷ്ഠിതമായ സമൂഹരചന, പരിസ്ഥിതി സംബന്ധമായിട്ടുള്ള ഭാവാത്മകമായ നിലപാട്, ഇത്തരം കാര്യങ്ങളിൽ ജനങ്ങളെ ബോധവൽക്കരിക്കാനും അതിനിണങ്ങുന്ന തരത്തിലുള്ള വ്യാപകമായ സമ്പർക്ക പരിപാടികൾ, ജനസമ്പർക്ക പരിപാടികൾ ആവിഷ്കരിക്കാനും സംഘം തീരുമാനിച്ചിരിക്കുന്നു. ഈ കഴിഞ്ഞ 3 ദിവസങ്ങളായി, ഇന്ന് സമാപിച്ച 21-ാം തീയതി ആരംഭിച്ച് ഇന്ന് സമാപിച്ച സംഘത്തിൻ്റെ അഖില ഭാരതീയ പ്രതിനിധി സഭ ഇതിനെ സംബന്ധിച്ചുള്ള പൂർണ്ണമായ ചിത്രം രൂപപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, സംഘത്തിൻ്റെ 100 വർഷം തികയുന്ന കാലഘട്ടത്തെക്കുറിച്ച് നിഷേധാത്മകമായ ഒരു ചിത്രം ഉണ്ടാക്കിയെടുക്കാൻ സംഘത്തിൻ്റെ പ്രതിയോഗികൾ അല്ലെങ്കിൽ എതിരാളികൾ, അതല്ലെങ്കിൽ സംഘം വളർന്നു കാണാൻ ആഗ്രഹമില്ലാത്തവർ, ഒരർത്ഥത്തിൽ സംഘം ഇല്ലാതെയാകാൻ ആഗ്രഹിക്കുന്നവർ, അത്തരം ആളുകളെല്ലാം തന്നെ ഭയപ്പാട് സൃഷ്ടിക്കാൻ, ജനങ്ങളിൽ പ്രത്യേക തരത്തിലുള്ള ഒരു ഭയപ്പാട് സൃഷ്ടിച്ചുകൊണ്ട് RSS 100 വർഷം തികയ്ക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ തികച്ചിരിക്കുന്നു. 100 വർഷം തികയുന്ന വേളയിൽ നമ്മുടെ ഈ നാടിനെ ഒരു പ്രത്യേക ചട്ടക്കൂടിലേക്ക് കൊണ്ടുവരാനുള്ള ഗൂഢമായ പദ്ധതി RSS ആവിഷ്കരിച്ചിരിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും കരുതിയിരിക്കണം. ഈ തരത്തിൽ അടിസ്ഥാനരഹിതമായ ഒരുപാട് ആരോപണങ്ങൾ അല്ലെങ്കിൽ അപവാദങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ശ്രമിക്കുന്ന വേളയിലാണ് ഇന്ന് അവസാനിച്ച സംഘത്തിൻ്റെ അഖില ഭാരതീയ പ്രതിനിധി സഭ ഇത് സംബന്ധമായി സംഘത്തിൻ്റെ നിലപാടെന്ത് എന്ന് വ്യക്തമാക്കിയിട്ടുള്ളത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പഞ്ചപരിവർത്തനം വളരെ പ്രധാനമാണത്. അത് പൗരധർമ്മം എന്ന ഒരാശയത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. സംഘം അതിൻ്റെ പ്രവർത്തന പദ്ധതി രൂപപ്പെടുത്തിയിരിക്കുന്നത് ഓരോ വ്യക്തിയിലും പരിവർത്തനമുണ്ടാക്കുന്നതിലൂടെ വ്യക്തി നിർമ്മാണം എന്ന തലത്തിലേക്ക്
വ്യക്തി ചാരിത്രം എന്ന തരത്തിൽ വ്യക്തിയിൽ പരിവർത്തനമുണ്ടാക്കി പരിവർത്തിതമായ മനസ്സിനുടമകളായ വ്യക്തികളുടെ സംഘടിത പ്രവർത്തനത്തിലൂടെ നമ്മുടെ സമാജത്തിൻ്റെ ഉത്കർഷം സാധ്യമാക്കുക എന്നുള്ളതാണ്. അപ്പം ആ നിലയ്ക്ക് അടിസ്ഥാന കാഴ്ചപ്പാട് തന്നെ അതായതുകൊണ്ട് 100 വർഷം തികയ്ക്കുന്ന വേളയിൽ ആ കാര്യത്തിന് കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ട് പൗരധർമ്മം എന്ന തലത്തിലേക്ക് അതിനെ വികസിപ്പിച്ചെടുത്തുകൊണ്ടാണ് സംഘം ജനങ്ങളെ സമീപിക്കാൻ പോകുന്നത്. പൗരധർമ്മം എന്ന് പറയുമ്പോൾ ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ എന്താണ് എൻ്റെ നാടിനു വേണ്ടി ചെയ്യേണ്ടത്, എൻ്റെ നാടിനോടുള്ള എൻ്റെ കടപ്പാട്, എൻ്റെ ബാധ്യത, എൻ്റെ പ്രതിബദ്ധത ഏത് തരത്തിലാണ് ആവിഷ്കരിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട് സംഘപ്രവർത്തകന്മാർക്കും അതുവഴി സമാജത്തിനും പകർന്നു കൊടുക്കാൻ സംഘം ആഗ്രഹിക്കുന്നു. കേവലം സംഘപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, മുഴുവൻ സമാജത്തിലെയും അംഗങ്ങൾ ഓരോരുത്തരിലും ഈ ബോധമുണ്ടാകണം എന്ന് സംഘം ആഗ്രഹിക്കുന്നു. അതുപോലെ കുടുംബം വളരെ പ്രധാനമാണ്. നമ്മുടെ ഭാരതത്തെ സംബന്ധിച്ച് ഇതര സമൂഹങ്ങൾക്കില്ലാത്ത മഹത്വപൂർണമായ കുടുംബ സങ്കല്പം നമുക്കുണ്ട്. ആ കുടുംബ സങ്കല്പത്തിൻ്റെ ആധാരം എന്ന് പറയുന്നത് പരസ്പര വിശ്വാസത്തിലും പരസ്പര സ്നേഹത്തിലും ആ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനു വേണ്ടി ഏകോദര സഹോദരങ്ങളായി പ്രവർത്തിക്കുകയും ഏകീകരിച്ച മാനസികാവസ്ഥ കൈവരിച്ചുകൊണ്ട് കുടുംബത്തിൻ്റെ ശ്രേയസ്സിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുക എന്നൊക്കെയുള്ളതാണ്. സ്നേഹവും ത്യാഗവും സഹവർത്തിത്വ ഭാവവും സമന്വയ ഭാവവും ഒക്കെയാണ് കുടുംബസങ്കല്പത്തിൻ്റെ ആധാര ദർശനങ്ങൾ എന്ന് നമുക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് കുടുംബ ഭദ്രത, കുടുംബത്തിൻ്റെ ശക്തീകരണം ഇതൊക്കെ സാധ്യമാകുന്ന തരത്തിലുള്ള മറ്റൊരു തലത്തിലുള്ള പ്രവർത്തനം സംഘം ആഗ്രഹിക്കുന്നു. മൂന്നാമതായി നമുക്ക് പറയാം, നമ്മൾ അധിവസിക്കുന്ന ഭൂമി, പരിസ്ഥിതി, പാരിസ്ഥിതികമായ മറ്റ് സാഹചര്യങ്ങൾ, ആ സാഹചര്യങ്ങളെ എല്ലാം കണക്കിലെടുത്തുകൊണ്ട് പരിസ്ഥിതി സംരക്ഷണത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ട് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാടുകളും നിലപാടുകളും കൂടുതൽ ഭാവാത്മകമായി രൂപപ്പെടുത്തിയെടുത്തുകൊണ്ട് നമ്മുടെ നാടിനെ ആ തലത്തിലേക്ക് ഉയർത്താൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ സംഘം ആഗ്രഹിക്കുന്നു. മറ്റൊന്ന്, പൗരജനങ്ങൾ തമ്മിലുള്ള, അല്ലെങ്കിൽ നമ്മുടെ നാടിലെ 140 കോടി വരുന്ന ജനസമൂഹം, ഭാരതം എന്ന നിലയ്ക്ക് മാത്രമല്ല മുഴുവൻ ലോകത്തിനും ബാധകമാകുന്ന തരത്തിൽ ഭാരതം ഒരു മാതൃകയായി ഉയർന്നു വരാൻ ഭാരതീയ പൗരന്മാരിൽ ഐക്യഭാവം വളർത്തിയെടുക്കേണ്ടതുണ്ട് എന്ന് സംഘം ആഗ്രഹിക്കുന്നു. അതനുസരിച്ചുള്ള കർമ്മപദ്ധതികൾ സംഘം ആവിഷ്കരിക്കാൻ ആഗ്രഹിക്കുന്നു. അവസാനമായിട്ട്, അഞ്ചാമത്തെ കാര്യമായിട്ട് സംഘം വിഭാവനം ചെയ്യുന്നത് വികസിത ഭാരതം എന്നതു തന്നെയാണ്. നമ്മുടെ നാടിൻ്റെ പരമമായ വൈഭവത്തിന് വേണ്ടിയാണ് സംഘം പ്രവർത്തിക്കുന്നത് എന്ന് നേരത്തെ സൂചിപ്പിച്ചു. പരമമായ വൈഭവം എന്ന് പറയുമ്പോൾ ഏറ്റവും ഉയർന്ന തലത്തിൽ ഭൗതികവും സാംസ്കാരികവും ആത്മീയവും ഒക്കെ ആയിട്ടുള്ള വളർച്ചയെ ഉദ്ദേശിച്ചുകൊണ്ട് ആ വളർച്ച സാധ്യമാകുന്ന തരത്തിലുള്ള സാഹചര്യം സൃഷ്ടിച്ചെടുത്തുകൊണ്ട് അതിലൂടെ നമ്മുടെ ഭാരതത്തിൻ്റെ വികസിതാവസ്ഥ കൈവരിക്കുക, വികസിത ഭാരതം എന്ന സങ്കല്പം, ആ സങ്കല്പത്തിലേക്ക് നമ്മുടെ നാടിനെ നയിക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ. ഈ തരത്തിലാണ് പഞ്ചപരിവർത്തനം എന്നതുകൊണ്ട് സംഘം ഉദ്ദേശിക്കുന്നത്. അതെ.